ബി.ജെ.പിയുടെ കയ്യിൽ അടിക്കാൻ വടി വെട്ടിക്കൊടുക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വടി കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് പ്രധാനമായിട്ടും. അതായത് കോൺഗ്രസ്സുകാർ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അത് ബി ജെ പിക്ക് അനുകൂലമായി മാറ്റും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ. അത് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഒക്കെ തന്നെ കാണാൻ സാധിക്കും നമുക്ക്. എന്തൊക്കെയായാലും ഈ വന്ദേമാതര വിവാദവും AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും കൂടെ നടത്തിയ തിരുവാതിരയും ഡപ്പാൻകുത്തും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മൈമും മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ തന്നെ BJPക്കാണ് ഗുണമാകുന്നത് എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ചും പഞ്ചാബ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ. മാത്രമല്ല ഇത്തവണ ഈ വടി വെട്ടിക്കൊടുക്കാൻ പോകുന്ന വ്യക്തികളിൽ മുമ്പിൽ നിന്ന് നയിച്ചത് സോണിയാഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെയുമല്ല, പകരം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനാണ്. സതീശൻ മുസ്ലിം ലീഗിനെ പേടിച്ചാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേമാതരം ആലപിക്കാതിരുന്നത് എന്ന നറേറ്റീവും വേർഷനുമൊക്കെ ഉണ്ടാക്കി അത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വലിയ ചർച്ചക്കെടുത്തിരിക്കുകയാണ് BJP. അതായത് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണമാണ് നടക്കുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ വ്യാപകമായൊരു പ്രചരണം നടന്നത് എന്നാണെന്ന് ഓർമ്മയില്ലേ? വയനാട് ഇലക്ഷൻ പ്രചരണത്തിൽ മുസ്ലിം ലീഗിൻ്റെ പതാക വീശിക്കൊണ്ട് ലീഗ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അണിനിരന്നു. എന്നാൽ പാകിസ്ഥാൻ പ്രേമികളായ ആളുകൾക്കൊപ്പമാണ് കോൺഗ്രസിൻ്റെ പതാകയ്ക്കൊപ്പം പാകിസ്ഥാൻ്റെ പതാകയായ പച്ചപ്പതാകയും പാറിക്കളിക്കുന്നു എന്ന ഒരു കാര്യം സൃഷ്ടിച്ചുകൊണ്ട്, എന്ന ഒരു ഇല്ലാത്ത കാര്യം സൃഷ്ടിച്ചുകൊണ്ട് BJP ഇന്ത്യയിൽ ഒന്നടങ്കം, ലോകത്തൊന്നടങ്കം ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. കോൺഗ്രസ് എന്നും പാകിസ്ഥാൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് 2019 തോറ്റ് തുന്നം പാടാൻ ഏറ്റവും ശക്തമായ ഒരു കാരണം ഇത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. വന്ദേമാതരത്തെ ഒരിക്കലും അംഗീകരിക്കില്ല കോൺഗ്രസ്. ഇവിടുത്തെ ദേശീയതയെ അല്ലെങ്കിൽ ദേശീയ ഹൈന്ദവ സംസ്കൃതിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP ഔദ്യോഗികമായി തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കേരള സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കുകയാണ് BJP. തലച്ചോറിൽ നക്സലിസവും ഭീകരവാദവും സൂക്ഷിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ എന്ന ഒരു പുതിയ ഭാഷ്യം ചമച്ചിരിക്കുന്നു BJP. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ കേരള സർക്കാർ വന്ദേമാതരം ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ വലിയ വിവാദമാക്കുകയാണ് BJP. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശമാണ് കേരളത്തിൽ നടപ്പാക്കിയത് എന്ന് BJP വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു. കേരളം വന്ദേമാതരം ഒഴിവാക്കിയതും ആലാപനം തടയാൻ സോണിയാഗാന്ധി ശ്രമിച്ചതും യാദൃച്ഛികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അവഗണിക്കുന്നത് പ്രത്യാഘാതങ്ങൾക്കിടയാക്കും. രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കും. കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വന്ദേമാതരത്തെ എതിർത്തു. കോൺഗ്രസിലും അതേ മനോഭാവമാണ് പ്രകടമാകുന്നത് എന്ന കാര്യവും ഭണ്ഡാരി ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്ത സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ ദേശീയഗാനം മാത്രമാണ് ഉൾപ്പെടുത്തിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ചടങ്ങിൽ എവിടെയും വന്ദേമാതരം പാടിയില്ല. സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം ഇറക്കിയ സർക്കുലർ അനുസരിച്ച് ദേശീയഗാനം മാത്രമാണ് എല്ലായിടത്തും പാടിയത്. അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രദീപ് ഭണ്ഡാരി ഔദ്യോഗിക വക്താവാണ് BJPയുടെ. അദ്ദേഹം ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രചരണമാണ് ഇതിന് ലഭിക്കുന്നത്. ഇത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പും പഞ്ചാബ് തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ രാഷ്ട്രീയ കളികൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പം ഇവിടെ പാടാത്തത്, കേരളത്തിൽ പാടാത്തത് വലിയ ചർച്ചയാക്കുന്നു. ഒപ്പം ഈ സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും തിരുവാതിര കളിച്ചതും വലിയ ചർച്ചയാക്കുന്നു. ഇത് ഒരു അവസരമാക്കി, ദേശീയത എന്നതിനെ ഇവർ അവഹേളിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് BJP അടുത്ത തന്ത്രങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.